നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ സ്വിങ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് നിക്ഷേപകരുണ്ട്, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ലെവലിലും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലാണെങ്കിലും അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ സ്വിങ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കായിട്ട് ഷോർട്ട് ടേമിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഫണ്ടമെന്റൽ സൈഡിലും അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലും അതല്ലാതെയും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പല ചർച്ചകളായിട്ട് അല്ലെങ്കിൽ പല സെഷനുകളായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സാർ. താങ്ക് യു. യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മാർക്കറ്റിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്ഥിരമായിട്ടുള്ള ആളുകളാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും സ്വിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കാണെങ്കിലും ഈ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ സൈഡിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ പോയിന്റെല്ലാം പറയാനാണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൺ ടൈം. പക്ഷേ ഏതാനും ചില പോയിന്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ഇൻവെസ്റ്റർ ആണോ ട്രേഡർ ആണോ എന്നുള്ള കാര്യമാണ് തീരുമാനിക്കേണ്ട കാര്യം. ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിനെ മേടിക്കുന്നു, അല്ല ബിസിനസ്സിൽ പെർഫോമൻസ് ഉള്ള ഒരു കമ്പനിയെ മേടിക്കുന്നു. ആ കമ്പനി നമ്മൾ 4 years 5 years വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ട്രേഡർ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആണ്. സോ എനിത്തിങ് ലെസ് ദാൻ 6 months അതാണ് ബേസിക്കലി ട്രേഡർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇൻട്രാഡേ മുതൽ ഒരു 3 months 6 months വരെ ട്രേഡറുടെ കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ എന്താണ്, അതാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത്. അതൊരിക്കലും ഏതാണ് നല്ലത് ഏതാണ് മോശമെന്നൊന്നും ആർക്കും പറയാൻ സാധിക്കത്തില്ല. അതൊക്കെ ഇൻഡിവിജ്വൽ റിസ്ക് ആപ്പിറ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാൾക്ക് എടുക്കുന്ന റിസ്കിൻ്റെ ഒരു പരിധിയുണ്ട്, അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ്. ഇപ്പം നാച്ചുറലി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളൊരു ട്രേഡറാണ്, നമ്മൾ ഇൻവെസ്റ്ററാണ്, അതാണ് ആദ്യം തീരുമാനിക്കേണ്ട കാര്യം. ഇതിനോടൊപ്പം ഈക്വലി തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പൈസ ഹാർഡ് ഏൺ മണിയാണ്. നമ്മളൊരിക്കലും വെറുതെ നമുക്ക് പൈസ കിട്ടില്ല. ഓരോ പൈസയും എന്ത് ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. ശരിക്കും ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ പൈസ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൈസയുടെ ഓണർഷിപ്പ് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലി, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരൻസ്, ഇവർക്കെല്ലാം ഓണർഷിപ്പുള്ള ഫണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ആർ ദ ഫണ്ട് മാനേജർ ഫോർ ദ ഫാമിലിയാണ്. ശരിക്കും നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കും നമ്മുടെ പാർട്ട്ണർക്കും നമ്മുടെ പേരൻസിനും ഒക്കെയുള്ള നമ്മൾ ഫണ്ട് മാനേജറായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫണ്ട് മാനേജറായിട്ട് നമ്മൾ മാറാൻ നേരത്ത് നമുക്ക് ആ ഫണ്ടിനോട് ഒരു ഹൈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉണ്ടായിരിക്കണം. ശരി, നമുക്കൊരിക്കലും ഹാർഡ് ആൻഡ് മണി ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അതിനെന്തെല്ലാം നമുക്ക് വേണം. പല ആൾക്കാരും ധാരാളം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഫണ്ടുണ്ട്, അപ്പോൾ എനിക്കത് പഠിക്കാൻ പറ്റില്ല, എനിക്കിത് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എത്രയോ ഹാർഡ് ആൻഡ് ആയിട്ടുള്ള ഫണ്ടാണ്, നിങ്ങൾ അത് പറ്റില്ല, ഇത് പഠിക്കാൻ പറ്റില്ല, ഇത് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും താങ്കൾ ചെയ്യരുത്. എപ്പോഴും ഒരു പൈസ, ഈവൻ 1 rupee പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ആ സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഒന്ന് ആ സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കുക, ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, ബിസിനസ്സിൻ്റെ ആവറേജ് കോമ്പൗണ്ടഡ് റിട്ടേണിനെ കുറിച്ച് മനസ്സിലാക്കുക, ബിസിനസ്സിൻ്റെ ഭാവിയിലുള്ള സ്കോപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക, കറൻറ്റ് സ്റ്റാറ്റസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അത് 1 ദിവസത്തേക്കാണെങ്കിലും അത് 5 മാസത്തേക്കാണെങ്കിലും 6 മാസത്തേക്കാണെങ്കിലും ആസ് എ ട്രേഡർ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും നമ്മൾ ടെക്നിക്കൽ അനാലിസിസും നമ്മൾ ബിഹേവിയർ പാറ്റേണും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ടൈം ട്രേഡറാണ്. എൻ്റെ ട്രേഡ് സിസ്റ്റം കംപ്ലീറ്റ് 50% സെയിം ക്വാർട്ടർ എൻട്രിയും സെയിം ക്വാർട്ടർ എക്സിറ്റുമായിട്ടുള്ള ടോപ്പ് റിസൾട്ട് വന്ന സ്റ്റോക്കിലാണ്. 50% ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ എൻ്റെ 2 to 5 days ട്രേഡ് ചെയ്തിരിക്കുള്ളൂ. ഇത് രണ്ടും മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. ശരിക്കും ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റർ അല്ല. ശരിക്കും കാര്യം എൻ്റെ റിസ്ക് പ്രൊഫൈൽ എപ്പോഴും ഇതിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊരാൾ റിസ്ക് പ്രൊഫൈൽ ഇത് സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും ഉത്തരം പറയാൻ സാധിക്കത്തില്ല. കാര്യം ഓരോരുടെ റിസ്ക് പ്രൊഫൈൽ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് വേണോ ഇൻവെസ്റ്റ് വേണോ എന്നുള്ള കൺസെപ്റ്റ് മാറാനായിട്ട്. ശരിക്കും അപ്പോൾ എൻ്റെ സംസാരം എപ്പോഴും എന്താ പറയേണ്ടത്, ഷോർട്ട് സ്വിം ട്രേഡ്, ദാറ്റ് മീൻസ് സെയിം ക്വാർട്ടറിലെ ബെസ്റ്റ് റിസൾട്ട് വന്ന സ്റ്റോക്കിൽ എൻട്രിയും എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡ് ഷോർട്ട് സ്വിം ട്രേഡും, അതുപോലെ തന്നെ 2 to 5 days ട്രേഡ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത പ്രൊസീജിയറാണ്. ഡെസ്നി എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്, ഡെസ്നി ട്രേഡ്. എൻ്റെ സംസാരം എപ്പോഴും ഇതിനെ ബേസ് ചെയ്തായിരിക്കും. കാര്യം ഞാൻ ഇതിനകത്താണ് എൻ്റെ ഫുൾ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും
അപ്പോൾ നാച്ചുറലി ഞാൻ എന്ത് സംസാരിച്ചാലും എപ്പോഴും ഇതുമായിട്ട് ചേർന്ന് ഇടപെടുന്ന കാര്യങ്ങളെ എനിക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. ഫണ്ടമെൻ്റൽ പാർട്ട് നോക്കാൻ നേരത്ത് ഒന്ന്, ഏത് സ്റ്റോക്കാണ് ട്രേഡ് ചെയ്യേണ്ടത്? ലാർജ് ക്യാപ്പാണോ, മിഡ് ക്യാപ്പാണോ, സ്മോൾ ക്യാപ്പാണോ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഒരു മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഫ്രഷറിനെ സംബന്ധിച്ച്, അല്ല മാർക്കറ്റ് എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളെ സംബന്ധിച്ച് ആദ്യം മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാക്കണം, മാർക്കറ്റ് സൈക്കിൾസ് മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ഉചിതം ലാർജ് ക്യാപ്പാണ്. പ്രോഫിറ്റ്സ് വളരെ കുറവായിരിക്കും, പക്ഷേ സേഫ്റ്റി കുറച്ചുകൂടെ ബെറ്ററാണ്. കാര്യം ലാർജ് ക്യാപ്പിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് അല്ല സ്മോൾ ക്യാപ്പിൻ്റെ മിഡ് ക്യാപ്പിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ്. ശരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ പൈസ ഏറ്റവും കൂടുതൽ, അതുപോലെ പൈസയ്ക്ക് ഇപ്പോൾ റിസ്ക്കും കൂടുതലുള്ളത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമാണ്. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ട്രേഡ് ചെയ്യുന്നതിൽ വർഷങ്ങളിൽ എക്സ്പീരിയൻസ് വേണം. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. എന്തെല്ലാം സ്മോൾ ക്യാപ്പാണ്, എന്തെല്ലാം മിഡ് ക്യാപ്പാണ്, മാർക്കറ്റ് 10,000 സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഉള്ള മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ജെമ്മിനെ കണ്ടെത്തുക എന്നുള്ള സംഗതി പഠിച്ചേ മതിയാകും. അതിന് അതിൻ്റെ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സമയം എടുക്കും. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ ടാസ്ക് ആക്ച്വലി. പല ആൾക്കാരും തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഏതാനും ദിവസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാവുന്നതാണ്. ഒരിക്കലും നടക്കത്തില്ല. ട്രേഡിംഗ് വെച്ചാൽ റെവല്യൂഷനാണ്. നമ്മൾ ആരെങ്കിലും അടുത്ത് പോയി ഒരു നല്ലൊരു ട്രേഡിംഗ് കൺസെപ്റ്റ്സ് പഠിക്കുവാണെങ്കിൽ ഇത് ഷെയർഡ് നോളജാണ്. ഷെയർഡ് നോളജ് കൂടെ അല്ല കാര്യങ്ങളിടുന്നത് അക്വയർഡ് നോളജ് കൂടാണ്. ഷെയർ ചെയ്ത നോളജ് നമ്മൾ മാർക്കറ്റിൽ കണ്ടും അപ്ലൈ ചെയ്തും മനസ്സിലാക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ നോളജിനെ അക്വയർ ചെയ്യും. ശരിക്കും അവിടെ നിന്നാണ് നമ്മളൊരു ബെസ്റ്റ് ട്രേഡറായിട്ട് മാറുന്നത്. ശരിക്കും അതിന് അതിൻ്റെ ആയിട്ടുള്ള സമയമെടുക്കും. അതിൻ്റെ അകത്തുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, പേഷ്യൻസ് വരും, ഡിജക്ഷൻ വരും, റിജക്ഷൻ വരും, ഫ്രസ്ട്രേഷൻ വരും. എല്ലാ രീതിയിലുള്ള ഇമോഷണൽ പോയിന്റ് കൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മൾ നല്ലൊരു ട്രേഡറായിട്ട് മാറുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക, ഒരു 1-8 സർക്കിൾ അല്ല ഇത്. ശരിക്കും ഒരിക്കലും ഒരു 10-20 ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് ഒരു ബെസ്റ്റ് ട്രേഡ് ആകാമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇനി ഇതിൻ്റെ ആയിട്ടുള്ള സമയം എടുത്തേ മതിയാകും. നമ്മൾ ആരെയും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ടേക്സ് ഓ ടൈം. ഒരു പൈസ നമ്മളൊരു ഗ്രാജുവേഷൻ എടുക്കാൻ ഒരു 4 കൊല്ലം 3 കൊല്ലം എടുത്താൽ, ഒരു എഞ്ചിനീയറിംഗ് എടുക്കാൻ 5 കൊല്ലം എടുത്താൽ, ഒരു ഷെയ്ഡ് ട്രേഡ് എന്ന് വെച്ചാൽ ഹൈലി സ്കില്ല് വേണ്ട ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ട്രേഡാണ് ശരിക്കും. അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് ആണ്, ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ ഡെവലപ്മെൻറ്റിന് അതിൻ്റെ ആയിട്ടുള്ള ടൈം എടുത്തേ മതിയാകൂ. എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ വിൻ ചെയ്യത്തുള്ളൂ. പെട്ടെന്നുള്ള നമ്മളിപ്പം ബ്ലൈൻഡായിട്ട് പോയി കുറച്ച് സ്റ്റോക്ക് എടുത്തു, സക്സസ് കിട്ടിയെന്ന് വെച്ച് ഒരിക്കലും നെവർ എക്സ്പെക്ട് ദാറ്റ് ദിസ് വിൽ റിപ്പീറ്റ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലേണിംഗ് ആണ്. നമ്മുടെ അക്വയർഡ് നോളജ് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പോയിന്റ്, സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ഒരു സ്മോൾ ക്യാപ് ട്രേഡറാണ്. എൻ്റെ ട്രേഡിംഗ് ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു 2,000 കോടി പോലെ 1 lakh crores വരെയുള്ള മാർക്കറ്റബിൾ കമ്പനിയിൽ ആണ് ഞാനിപ്പോഴും ഫോക്കസ്ഡ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മെയിൻ സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന ട്രേഡർ അല്ല. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സബ് സെക്ടേഴ്സിലാണ്. ഇന്ത്യയിൽ 81 സബ് സെക്ടറുണ്ട്. ഈ സബ് സെക്ടറിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം ശരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്മോൾ ക്യാപ് ട്രേഡാണോ മിഡ് ക്യാപ് ട്രേഡാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. ആൾക്കാരൊക്കെ പറയും PE കൂടുതലാണ്, അത് ഇത് മറ്റേ കുറച്ചത് പറയും. ഞാൻ അതിൻ്റെ അകത്ത് വലിയ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഡിമാൻഡുള്ള സാധനത്തിന് പ്രൈസും കൂടുതലായിരിക്കും. ഒരിക്കലും ഡിമാൻഡുള്ള സാധനം ചീപ്പ് റേറ്റിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. എപ്പോഴും ഇൻഡസ്ട്രി P എന്ന് പറയുന്നൊരു 25-30 ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ടോപ്പ് പെർഫോമൻസ് സ്റ്റോക്ക്, ഡിമാൻഡ് സ്റ്റോക്കിന് നമുക്കൊരു 50-60 P ഒക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വല്ലപ്പോഴും ആയിരിക്കും, റെയർ കേസ് മാത്രമേ 30 സ്ഥാനത്ത് ഈ സാധനം 40-ലോ 45-ലോ വരത്തുള്ളൂ. അത് ഏതെങ്കിലും റിസൾട്ട് മോശമായതുകൊണ്ട് വരുന്നതായിരിക്കും. അതർവൈസ് ഡിമാൻഡിങ് സെക്ടറിലെ ടോപ്പ് സ്റ്റോക്കുകൾക്ക്, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് ആണ് മിഡ് ക്യാപ്പ് ആണെങ്കിലും എപ്പോഴും PE കൂടി നിൽക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ PE എന്നുള്ള ആ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ നോക്കേണ്ട PE എന്നുള്ള സംഗതിയല്ല, നമ്മൾ നോക്കേണ്ട പെർഫോമൻസ് ഇവാലുവേഷൻ. പെർഫോമൻസ് നമുക്ക് എങ്ങനെ ഗേജ് ചെയ്യാൻ സാധിക്കും, അളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നോക്കേണ്ട സംഗതി റവന്യൂ ആണ്, സെയിൽസ് ആണ് ആദ്യം നോക്കേണ്ടത്. സെയിൽസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. എൻ്റെ തന്നെ പല വീഡിയോസും ഈ ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതൊക്കെ screener.in എന്ന് പറയുന്ന സൈറ്റിനെ കുറിച്ച്, ആ സൈറ്റിൽ പല പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, screener.in ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ഡിഫറെൻറ്റ് ഹെഡ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നോക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങനെയുണ്ട് പെർഫോമൻസ് കമ്പയർഡ് ടു പ്രീവിയസ് ക്വാർട്ടർ, കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Q1 റിസൾട്ട് വന്നാൽ നമ്മൾ Q1 വെസസ് Q4 നോക്കും, Q1 വെസസ് കഴിഞ്ഞ കൊല്ലത്തെ Q1 നോക്കും. അല്ല, Q2 റിസൾട്ട് വന്നാൽ നമ്മൾ എന്തെല്ലാം നോക്കും, Q2 വെസസ് Q1 നോക്കും, Q2 വെസസ് കഴിഞ്ഞ കൊല്ലത്തെ Q2 നോക്കും, Q1 പ്ലസ് Q2 വെസസ് കഴിഞ്ഞ കൊല്ലത്തെ Q1 പ്ലസ് Q2 നോക്കും. ഇങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ല ശതമാനം സ്റ്റോക്കുകളും സൈക്ലിക്കലാണ്.
ചില സൈക്കിൾസ് മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ. നമ്മൾ ഫാമയാണെങ്കിലും FMCG മാറ്റി വെച്ചാൽ നല്ല ശതമാനം സ്റ്റോക്കിൽ സൈക്ലിക്കലാണ്. ഇപ്പോൾ Q1 പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് Q2 Q3 പെർഫോം ചെയ്യണമെന്നില്ല. Q1 Q2 പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ Q3 Q4 പെർഫോം ചെയ്യണമെന്നില്ല. Q1 Q2 വീക്ക് ആയിരിക്കും, Q3 Q4 സൂപ്പർ ആയിരിക്കും. അപ്പം നമ്മുടെ സ്റ്റോക്ക് ഏത് സൈക്കിളാണ് പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സ്ക്രീനറിലെ 13 ക്വാർട്ടർ റിസൾട്ടിൻ്റെ അകത്ത് ഒന്ന് കണ്ണോടിച്ച് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. വളരെ ക്രിട്ടിക്കലാണിത്. ഇവിടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന സംഗതി. 2. മൂന്നാമത്തെ കാര്യം, റവന്യൂ ഗ്രോത്ത് എന്തുമാത്രം വന്നിട്ടുണ്ട്. റവന്യൂ ആണ് നമ്മളെല്ലാം അൾട്ടിമേറ്റ്ലി റവന്യൂ ഗ്രോത്തിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. റവന്യൂ ഗ്രോത്ത് നമുക്ക് കൺഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര % ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഗ്രോത്ത് കൂടുവാണ് കുറയുവാണ് ചെയ്യുന്നത്. ആനുവലായിട്ട് നോക്കുവാണെങ്കിലും ക്വാർട്ടറിൽ നോക്കുവാണെങ്കിലും. അതിനുശേഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. എക്സ്പെൻസ് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുകയാണ് കുറേ ചെയ്യുന്നത്. OPM എക്സ്പാൻഷൻ വരുന്നുണ്ട്. പല കേസിൽ റവന്യൂ ഗ്രോത്ത് വരില്ല. അതിന് പേര് എന്താ സംഭവിക്കുന്നത്, എക്സ്പെൻസ് കുറച്ചിട്ട് OPM എക്സ്പാൻഷൻ ബേട്ടാക്കി പ്രോഫിറ്റ് കാണിക്കും. അതും ദാറ്റ് ഈസ് ആൾസോ ഗുഡ്. പല പല കാരണങ്ങൾ സംഭവിക്കാം സ്റ്റോക്കിൽ. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ക്രിട്ടിക്കൽ കാര്യം, EPS-നെക്കാൾ ഉപരി ക്യാഷ് ഫ്ലോ ആണ്. എന്താണ് ക്യാഷ് ഫ്ലോ? ഒരു സാധനം വിറ്റാൽ കാശ് കിട്ടണം. 3 ടൈപ്പ് ക്യാഷ് ഫ്ലോ ഉണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഒരു സാധനം വിറ്റാൽ കാശ് കിട്ടിയോ എന്നുള്ള സംഗതിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഫിനാൻസിങ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് അല്ല ശ്രദ്ധിക്കേണ്ടത്, കാശ് കിട്ടിയോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും വലിയ പോയിന്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, സ്ക്രീനർ പോയിട്ട് ക്യാഷ് ഫ്ലോ എടുത്തിട്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ ആനുവൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എടുക്കുക, ടോട്ടൽ എടുക്കുക. 5 കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റിൻ്റെ മിനിമം 70% വേണം 5 കൊല്ലത്തെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇത് നമ്പർ 1 ആണ്. പോയിന്റ് നമ്പർ 2 എന്താണ്, ഇതിനോടൊപ്പം തന്നെ 5 കൊല്ലത്തെ ക്യാഷ് ഫ്ലോ നമ്മൾ എടുത്തല്ലോ, എന്നിട്ട് ലാസ്റ്റ് 3 years ക്യാഷ് ഫ്ലോ വെച്ച് 3 years നെറ്റ് പ്രോഫിറ്റ് കമ്പയർ ചെയ്യാം. 5 കൊല്ലത്തെ ക്യാഷ് ഫ്ലോയും നമ്മുടെ 3 yearsൻ്റെ 5 കൊല്ലത്തെ വെച്ചുള്ള റിസൾട്ടും ഉണ്ട്, 3 years വെച്ചുള്ള റിസൾട്ടും ഉണ്ട്. കമ്പയർ ദിസ് ടു 5 കൊല്ലത്തിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള റിഷ് ആണ് 3 year കിട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, കമ്പനി ഈസ് പെർഫോമിങ്, കമ്പനി പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, കമ്പനി ഇറ്റ് ഈസ് ഗ്രോയിങ് എക്സ്പൊണൻഷ്യലി. അങ്ങനത്തെ കമ്പനീസ് വേണം ക്യാഷ് ഫ്ലോയിൽ ശ്രദ്ധിക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ PE കുറിച്ച് നമ്മൾ സംസാരിച്ചു. മൂന്നാമത്തെ കാര്യം ഇത്തരം ക്രിട്ടിക്കലായിട്ട് പോയിന്റ് വെച്ചാൽ പെഗ് റേഷ്യോ എന്ന റേഷ്യോ ഉണ്ട്. പെഗ് റേഷ്യോ P/ഗ്രോത്ത് റേറ്റ് ആണ് പെഗ് റേഷ്യോ. അപ്പം ഹൈ PE ഉള്ള സ്റ്റോക്കുകൾക്ക് പോലും പെഗ് റേഷ്യോ 1-ൽ താഴെയാണെങ്കിൽ എന്താ അത് കാണിക്കുന്നത്, ഗ്രോത്ത് റേറ്റ് ഹൈ ആണെന്നാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻ പെഗ് റേഷ്യോ ഹൈ PE ഉള്ള സ്റ്റോക്കിന് പോലും പെഗ് റേഷ്യോ 1-ൽ കൂടുതൽ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രോത്ത് റേറ്റ് ഈസ് വെരി വെരി ഹൈ. ഇനി ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഒരുമാതിരി നല്ല കമ്പനികളൊക്കെ റിസൾട്ട് വന്ന് വിത്തിൻ 2 days 3 days അവരുടെ PPT സാറിന് അവർ NSE പോസ്റ്റ് ചെയ്യും. PPTയോടൊപ്പം തന്നെ അവർ സാറിന് ഒരു ഡിസ്കഷൻ വയ്ക്കും. മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ ആയിട്ട് അവർ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ വയ്ക്കും. ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് അവർ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത്രയും കാര്യം പാസ് ഡേറ്റ് എല്ലാം പക്കയാണെന്ന് കണ്ടാൽ നിങ്ങൾ കമ്പനിയുടെ നേരെ ട്രാൻസ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒരു സംതിങ് അറൗണ്ട് 18-20 പേജ് ആണ്. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു പോവുക. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വായിക്കുക. നമ്മളെന്താ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്, ഒന്ന് മാനേജ്മെൻറ്റ് ക്രെഡിബിലിറ്റി, മാനേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയോ, കമ്മിറ്റ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റിയോ. 2, കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് ഇനി എന്താണ് കൊണ്ടുവന്നത്. കാര്യം നമ്മളെ വെച്ച് പാസ് ഡേറ്റ് പക്കയാണ്, അതുകൊണ്ട് കമ്പനി പെർഫോം ചെയ്യണമെന്നില്ല. അതിനൊരു പ്രോബിലിറ്റി കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ പ്രോബിലിറ്റി കുറേ കൂടെ സെർട്ടൻറ്റി തരുന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണോ ഒന്ന്. രണ്ടാമത്തെ കാര്യം എബിറ്റാ മിക്സ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് പക്കായിട്ട് നടക്കുന്നുണ്ടോ. രണ്ടാമത്തെ കാര്യം കമ്പനി പുതിയ റവന്യൂസ് തേടുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം കമ്പനിയുടെ ഈ കൊല്ലത്തെ എന്താണ്, വാട്ട് ഈസ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്താണ്. ഇതൊക്കെയാണ് നമ്മളെ കൺവിക്ഷൻ തരുന്ന കാര്യം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺവിൻസ്ഡ് ആണ് എങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാവുള്ളൂ. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, പഠിച്ചേ മതിയാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യു ആർ ദി ഫണ്ട് മാനേജർ ഫോർ യുവർ ഫാമിലി. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് അൺകോംപ്രമൈസിങ്. ഇതിന് പ്രത്യേകിച്ചൊരു ഇന്ന വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, ഇന്ന ഏജ് വേണമെന്നൊന്നുമില്ല. പാഷനുള്ള ഏതൊരാൾക്കും ഒരാഴ്ച ട്രൈ ചെയ്താൽ പഠിക്കാവുന്ന കാര്യമുള്ളൂ. അതിനപ്പുറമായിട്ടുള്ള വല്ല ഘടാഘടയും കാര്യമൊന്നും ഇത്. ഇഫ് യു ആർ പാഷനേറ്റ്, spend 1 week time, you can learn all these things. So honest ആയിട്ട് പറയാം, ഇത്രയും കാര്യങ്ങൾ ക്യാഷ് ഫ്ലോ പ്ലസ് പെഗ് റേഷ്യോ അനാലിസിസ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് റേഷ്യോസിലാണ്. റേഷ്യോസ് എന്താണ്, ഒന്ന് നമുക്ക് കടം തരുന്ന ആൾക്കാർ, നമുക്ക് റോ മെറ്റീരിയൽ കടം തരുന്ന ആൾക്കാർ, ഈ ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൂടുതൽ സമയം നീട്ടാൻ സാധിക്കുമോ, ക്രെഡിറ്റ് നീട്ടാൻ സാധിക്കുകയാണെങ്കിൽ അർത്ഥം എന്താ കാണിക്കുന്നത്, ഒരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ കമ്പനി മസിൽ ഫ്ലെക്സീവാണ്.
ആൾക്കാർക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. കാര്യം എന്താ? നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡ് കൂടി. 2, നമ്മൾ കടം കൊടുത്താൽ നമ്മൾ മാർക്കറ്റിൽ കടമാണല്ലോ കൊടുക്കുന്നത്, ഇവരെ നേരത്തെ കാശ് മേടിക്കാൻ പറ്റുമോ? അങ്ങനെ നേരത്തെ കാശ് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ എന്താ കാണിക്കുന്നത്? കമ്പനിയുടെ സ്ട്രെങ്ത് കൂടുന്നു, കമ്പനിയുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ സ്പീഡ് വിറ്റ് പോകുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി. 2ാമത്തെ കാര്യം. 3, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും, സ്പീഡ് കൂടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ റേഷ്യോയിൽ നോക്കുന്ന കാര്യം. ഈ റേഷ്യോസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേസിക്കലി എന്താ പറയേണ്ടത്, ഇൻ ജനറൽ ആയിട്ടുള്ള ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ കൂട്ടുന്നുണ്ടോ, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, കൂട്ടുന്നുണ്ടോ. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ക്രിട്ടിക്കൽ കാര്യം, trendline.com എന്നൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ പോയാൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കഴിഞ്ഞ 6 മാസം പൊസിഷൻ സ്റ്റോക്കിൽ കാണാൻ പറ്റും. ഈ പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുണ്ടോ, അതല്ല ഈ പൊസിഷൻ ഡ്രാസ്റ്റിക്കലി കമ്മിറ്റ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെക്കാട്ടിലും ഡേറ്റ ആദ്യം കിട്ടുന്നതും ഡീറ്റെയിൽ ഡേറ്റ കിട്ടുന്നതും അവർക്കാണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റയ്ക്ക് അതിൻ്റെ പരിധിയുണ്ട്. ശരി, അവരുടെ ഡേറ്റ പ്രകാരം മ്യൂച്വൽ ഫണ്ട്സെല്ലാം വിറ്റൊഴിയുന്ന കമ്പനിയാണെന്ന് വെക്കുക, ഡോണ്ട് ടേക്ക് റിസ്ക്. ഇതെല്ലാം പല ആൾക്കാരും പറയും ഇത് സമയം എടുക്കുമല്ലോ. അങ്ങനൊന്നുമല്ല. വി ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഫാമിലി. ആക്ച്വലി നമ്മൾ സമയം എടുത്തേ മതിയാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് സക്സസ് നേടിയാൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം കൂടുകയും ചെയ്യും, നമ്മുടെ പാഷൻ കൂടുകയും ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നല്ല ട്രേഡർ ആകട്ടെ ഇവല്യൂഷനിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യാതെ ചെയ്ത് ധാരാളം നഷ്ടങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ പറയും, ഈ ഫീൽഡ് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഇതിൻ്റെ ഒരു കാര്യമില്ലെന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ എങ്ങനെയാണ് ഫീൽഡ് അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഏത് ഫീൽഡാണെങ്കിലും, ഈ സ്റ്റോക്ക് ട്രേഡിംഗ് എന്നല്ല, ഏത് ഫീൽഡാണെങ്കിലും ആസ് എ പ്രൊഫഷണൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇതിൻ്റെ അകത്തൊന്നും അൺകോംപ്രമൈസ് എന്നുള്ള പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം ഞാൻ ഒരു സ്റ്റോക്ക് 5 ദിവസത്തേക്ക് എടുത്താൽ പോലും ഞാൻ ഇത്തരം കാര്യം നോക്കിയിട്ടേ എടുക്കാറുള്ളൂ. സാധാരണ റിസൾട്ട് ടൈമിൽ ഞാൻ 3000 സ്റ്റോക്കിൽ കൂടെ കടന്നു പോകും. എല്ലാ റിസൾട്ട് ടൈമിലും ഏത് റിസൾട്ട് സീസൺ ഐ ഗോ ത്രൂ അറ്റ്ലീസ്റ്റ് 3000 സ്റ്റോക്സ്. കാര്യം എൻ്റെ ജോലിയാണത്. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈ ജനറേഷൻ, ഫോർ മൈ ഫാമിലി. ഐ എം ദി മണി മാനേജർ. സോ ഐ ഷുഡ് റിമെയിൻ റെസ്പോൺസിബിൾ ടു ദി ഫാമിലി ആക്ച്വലി. സോ ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ ഘടാഘടിൻ സംഭവമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. ഈ സ്റ്റെപ്സ് തീർച്ചയായും താങ്കൾ പഠിച്ചിരിക്കണം. താങ്കളുടെ ലൈഫിലെ ഹാർഡ് ഏൺ മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇക്കാര്യങ്ങൾ പഠിച്ചേ മതിയാവും. ഇക്കാര്യം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ്. ഞാൻ ധാരാളം പോയിന്റ്സ് ഉണ്ട്. ഇതാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന ഏതാനും പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഒക്കെ നോക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ധാരാളം നഷ്ടം വരുത്തിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നഷ്ടം കണ്ടമാനം കുറയ്ക്കാനും പോർട്ട്ഫോളിയോ ഗ്രീനിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് റിസൾട്ട് സീസണിലും റിസൾട്ട് വരുന്ന അന്ന് തന്നെ രാത്രിയിൽ ഒരു 8 മണിയാകുമ്പോൾ താങ്കൾക്ക് സ്ക്രീനിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കും. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, റിസൾട്ടിനെ മനസ്സിലാക്കുക. നല്ല സ്റ്റോക്കിൽ റിസൾട്ടിനെ താങ്കൾ പ്രത്യേകം മാറ്റിവെക്കുക. ഈ സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെ പെർഫോം ചെയ്യാൻ നോക്കുക, അതിനുശേഷം തീരുമാനം എടുക്കുക. ഇതാണ് ഫണ്ടാസ്റ്റിയുടെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സർ, ഇപ്പോൾ ടെക്നിക്കലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ടെക്നിക്കലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിഷ്യലി ശ്രദ്ധിക്കുന്നത്? അതിൽ പെട്ടെന്ന് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കാൻ പാടില്ല എന്ന് തോന്നുന്ന പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും? ഈ പോയിന്റ്സ് വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് 2-3 വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, സ്റ്റോക്ക് സ്റ്റേജ് 2-ലായിരിക്കണം. സ്റ്റേജ് 2 എന്ന് വെച്ചാൽ എന്താണ്? പ്രാവശ്യം ഞാൻ വളരെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇടി തന്നെ കിടപ്പുണ്ട്, നിൽക്കാൻ എടുത്ത് നോക്കിയാൽ വളരെ ഡീറ്റെയിലായിട്ട് കാണാൻ സാധിക്കും. സ്റ്റേജ് 2 എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റോക്കിന് 4 സ്റ്റേജാണ് ഉള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 1, 2, 3, 4. 4 എന്ന് വെച്ചാൽ മരണമാണ്, ഡെത്താണ്. ഡെത്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? റിസൾട്ട് വീക്കാകുമ്പോൾ വളരെ വീക്കായി പോകുമ്പോൾ ഡെത്ത് സംഭവിക്കും. ഡെത്തിൽ കഴിഞ്ഞ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് വരും. എത്രയാണ് താഴെ എന്നൊക്കെ റിസൾട്ടാണ് തീരുമാനിക്കുന്നത്. കണ്ടിന്യൂസ് റിസൾട്ട്സ് മോശമായി കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് താഴെ വന്നുകൊണ്ടിരിക്കും. അല്ല, 2-3 റിസൾട്ട് മോശമായിട്ട് സ്റ്റോക്ക് തിരിച്ചുള്ള കയറ്റം കാണിച്ചു കഴിഞ്ഞാൽ 4-ൽ നിന്നും വന്ന് ഒരു നല്ല റിസൾട്ട് വന്ന് സ്റ്റോക്ക് നേരെ 4-ൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്ത് 1-ലേക്ക് വരും. സ്റ്റോക്ക് 1-ലേക്ക് വരും. 1-ലേക്ക് വരുമ്പോൾ സാധാരണ 1-ലാണ് സാധാരണ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കൺവിൻസിങ് ആയിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കൺവിൻസ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കണ്ട കമ്പനികളാണെങ്കിലും വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കയറുന്നത് സ്റ്റേജ് 1-ലാണ്. ദാറ്റ് മീൻസ് 4-ൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് 4-ൽ നിന്ന് ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് ആ ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കണം, ടോപ്പ് ക്വാളിറ്റി സ്റ്റോക്സിൽ സ്റ്റേജ് 1-ലേക്ക് വരാൻ നേരത്ത് ആ സ്റ്റേജ് 1-ലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂജ് ആയിട്ടുള്ള വോളിയം ക്യാൻഡിൽസ് കാണുന്നത്. ശരിക്കും ഹ്യൂജ് വോളിയം ക്യാൻഡിൽസ് ആയിരിക്കും. ഇതൊക്കെ ഓപ്പറേറ്ററിൻ്റെ ബൈ ആണ് കാണിക്കുന്നത്. 1-ൽ നിന്നും ഒരു ദിവസം ബ്രേക്ക്ഔട്ട് കൊടുത്ത് സ്റ്റേജ് 2-ലേക്ക് പോകും. എപ്പോഴും ശ്രദ്ധിക്കണം, ഇതാണ് ഏത് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റംസ്. സ്റ്റേജ് 2 മൊമെൻറ്റത്തിൽ പോയി, സ്റ്റേജ് 3 പുൾ ബാക്ക് വന്നു, വീണ്ടും 2-ൽ മൊമെൻറ്റത്തിൽ പോയി, വീണ്ടും പുൾ ബാക്ക് വന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 പെർഫോം ചെയ്തുകൊണ്ടിരിക്കും.
പെർഫോം ചെയ്യുന്ന ഇവിടെ പെർഫോം ചെയ്യും. വീണ്ടും ഒരു പക്ഷേ സ്റ്റോക്ക് കുറേ കയറി കഴിയുമ്പം സ്റ്റോക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സോഷൻ സോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. യങ് സ്റ്റേജിൽ നിന്നും സ്റ്റോക്ക് എക്സോഷൻ സോണിലേക്ക് എത്തും. എക്സോഷൻ സോണിൽ എത്തുമ്പോൾ സ്റ്റോക്ക് അവിടെ സാധാരണ കേസിൽ അവിടെ കൺസോളിഡേറ്റ് ചെയ്യും, കുറച്ചാൾ കൺസോളിഡേറ്റ് ചെയ്യും. പിന്നെ ഏതെങ്കിലും റിസൾട്ട് മോശമാകുമ്പോൾ നേരെ താഴെ വരും. അല്ല, റിസൾട്ട് നല്ലതാകുമ്പം സാധാരണ എക്സോഷൻ സോണിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ പോലും നല്ല റിസൾട്ട് വന്നാൽ പോലും 2 പോലും 3 മാസം കൺസോളിഡേറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും. പിന്നെയും റിസൾട്ട് ബെറ്ററായി വരുമ്പം ഒന്നുകൂടെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യും ശരിക്കും. എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ യാത്ര ചെയ്യത്തുള്ളൂ. ഈ യാത്രയെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ തറവായിരിക്കണം ആസ് ഫാർ എസ് ടെക്നിക്കൽ സൈഡിൽ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം എന്താ, സ്റ്റോക്ക് മസ്റ്റായിട്ട് സ്റ്റേജ് 2 മൊമെൻറ്റം സോണിലായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് ഞാനൊരു പ്യുവർ പ്രൈസ് ആക്ഷൻ ട്രേഡറാണ്. ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ പ്യുവർ കോൺട്രാക്ഷൻ ട്രേഡറാണ്. കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും കോൺട്രാക്റ്റഡ് പോയിന്റിൽ നിന്ന് സ്റ്റോക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശരിക്കും. കാര്യം വെച്ചാൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് മിനിമൽ ആയിരിക്കും. 1%, 1.5% ഒക്കെ കോൺട്രാക്ഷൻ സോൺസിൽ വർക്ക് ചെയ്തു. പക്ഷേ കോൺട്രാക്ഷൻ സോൺസിൻ്റെ കുറേ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്, കുറേ കൺഫർമേഷൻ ഉണ്ട്, കുറേ ഡേറ്റ പാറ്റേൺസ് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എങ്കിൽ മാത്രമേ കോൺട്രാക്ഷൻ ഫൈനലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം സപ്പോർട്ട് അനാലിസിസ് ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സ്റ്റോക്ക് സപ്പോർട്ട് ഒന്ന് പുഷ് ചെയ്ത് പോയാൽ തിരിച്ച് സപ്പോർട്ട് വരാൻ പാടില്ല. വീണ്ടും സ്റ്റോക്ക് സപ്പോർട്ട് വരുവാണെങ്കിൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് സപ്പോർട്ടിലേക്ക് വരുന്ന സ്റ്റോക്കിന് സ്ട്രെങ്ത് കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു സ്റ്റോക്ക് സപ്പോർട്ടിലേക്ക് വന്നാൽ ആ സപ്പോർട്ടിൽ സ്റ്റോക്കിൻ്റെ വരുന്ന ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ ലോവർ റിജക്ഷൻ സംഭവിക്കുകയാണ് മനസ്സിലാക്കണം. സപ്പോർട്ട് പവർഫുൾ ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ലോവർ റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ താഴത്തേക്ക് വരുന്ന ക്യാൻഡിൽസും വോളിയം കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിലാക്കണം സപ്പോർട്ട് ഈസ് വെരി വെരി പവർഫുൾ. സ്റ്റോക്ക് തിരിച്ചറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം, സപ്പോർട്ട് ഒരു പവർ സോൺ കൺസെപ്റ്റിലേക്ക് മാറും. അതായത് ഒരു പ്രൈസ് ആക്ഷൻ സപ്പോർട്ടിനോടൊപ്പം തന്നെ ഒരു മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടോ അവിടെ തന്നെ ഒരു ഫിബിൻ്റെ സപ്പോർട്ടോ വന്നു കഴിഞ്ഞാൽ ഡബിൾ സപ്പോർട്ടായി. ദാറ്റ് ഈസ് ഓൾവേസ് പവർഫുൾ. നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സപ്പോർട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ സപ്പോർട്ടിൽ പ്രീവിയസ്ലി എത്ര ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഹിറ്റായി കിടന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ക്യാൻഡിൽസ് എണ്ണം കൂടുന്തോറും പ്രീവിയസ്ലി കൂടുന്തോറും ആ സപ്പോർട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ശരിക്കും. അപ്പോൾ സപ്പോർട്ട് അനാലിസിസ് പല ടൈപ്പ് സപ്പോർട്ട് അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്. ഈ സപ്പോർട്ട് അനാലിസിസിനൊപ്പം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വോളിയം അനാലിസിസ് ക്രിട്ടിക്കലാണ്. എപ്പോഴും മനസ്സിലാക്കണം, ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ വോളിയമാണ് ഡയറക്ടർ. ഒരു സ്റ്റോക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിന് വോളിയം മസ്റ്റായിട്ട് വേണം. വോളിയം കൺവേർജൻസ് എന്ന് പറയും. എന്താണ് വോളിയം കൺവേർജൻസ്? 100 രൂപയിലെത്തിയ സ്റ്റോക്ക് 1 ലക്ഷം വോളിയം വന്നു. സ്റ്റോക്ക് 100 നിന്ന് 105 1 ലക്ഷം വോളിയം സ്ഥാനത്ത് 2 ലക്ഷം വോളിയം വന്നു. ദാറ്റ് മീൻസ് പ്രൈസ് കൂടുന്നതും വോളിയം കൂടുന്നു. അതിനർത്ഥം എന്താ, ആൾക്കാരുടെ കൺവെൻഷൻ കൂടുന്നെന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ 2% താഴെ പോയി, വോളിയം ക്രിയേറ്റ് ചെയ്ത് 1 lakh വോളിയം. 2% എന്ന് നെക്സ്റ്റ് ഡേ സ്റ്റോക്ക് ഒരു 2% വീണ്ടും താഴെ പോയി, പക്ഷെ വോളിയം ക്രിയേറ്റ് ചെയ്ത് 10,000 ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, വിൽപ്പനക്കാരുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ രീതിയിലുള്ള അനാലിസിസ് എല്ലാം മസ്റ്റാണ് നമ്മൾ ആസ് ഫാർ ആസ് നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ പോകാൻ നേരത്തെ. നമ്മൾ കുറേ പഠിക്കുന്നതിലല്ല കാര്യമുള്ളത്, കുറച്ച് പഠിക്കുന്ന കാര്യം തറവായിട്ട് പഠിക്കുക, കൺവിൻസ് ആകുന്നുള്ള കാര്യമുള്ളത്. ഈവൻ എൻ്റെ പേഴ്സണൽ ടീച്ചിങ്ങിൽ ഞാൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എടുക്കുന്ന കംപ്ലീറ്റ് ബേസിക്കലി സാധാരണ മാർക്കറ്റിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഏത് മാർക്കറ്റിൽ നമുക്ക് നമ്മളെ മാനുവർ ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ടെക്നിക്കൽ സൈഡിൽ, പക്ഷേ പറയാനായിട്ടുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഏതാനും കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഡിസ്കസ് ചെയ്തുല്ലോ. ഇത് രണ്ടും അല്ലാണ്ട് സാറിന് നിക്ഷേപകർ ട്രേഡേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? തീർച്ചയായും പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 ആകുമ്പം നിങ്ങൾ investing.com എന്ന് പറയുന്ന സൈറ്റിൽ പോയാൽ എങ്ങനെയാണ് US മാർക്കറ്റ് ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തത്. 6:30 എങ്ങനെയാണ് ജാപ്പനീസ് മാർക്കറ്റ് ആ ദിവസത്തെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ജാപ്പനീസ് മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്, ഓസ്ട്രേലിയൻ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, കമ്മോഡിറ്റി എങ്ങനെയാണ് കമ്മോഡിറ്റി ആ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഗോൾഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, സിൽവർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 3 കാര്യങ്ങളായോ. നാലാമത്തെ കാര്യം, ഡോളർ ഇൻഡെക്സ്. ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഡോളർ പെർഫോമൻസ് വേഴ്സസ് ഒരു 7 കറൻസിയുടെ ബാസ്ക്കറ്റ്. 7 കറൻസിയിൽ ഇന്ത്യൻ കറൻസി ഇല്ല, ബാക്കിയുള്ള 7 കറൻസി. അത് ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആണ്, വീക്കാണ്. ഡോളർ ഇൻഡെക്സ് സ്ട്രോങ് ആകുന്നത് ഇന്ത്യയെ കണക്കുള്ള കൺട്രിയെ സംബന്ധിച്ച് വീക്കാണ്. കാര്യം നമ്മൾ ബേസിക്കലി നമ്മുടെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി ആകുമ്പം നമുക്ക് ഹ്യൂജ് ഡോളർ വേണം അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡോളർ സ്ട്രോങ് ആകുന്നത് എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും വീക്കാണ്. ഡോളർ സ്ട്രോങ് ആയാൽ എക്സ്പോർട്ട് കമ്പനിക്ക് മെച്ചമായിരിക്കും, ഇമ്പോർട്ട് കമ്പനിക്ക് വീക്കായിരിക്കും. അതാണ് ഡോളർ ഇൻഡെക്സ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ബൈ ഒരു 7-7:30 ആ ദിവസം മാർക്കറ്റിൽ എന്തെല്ലാം നടക്കാൻ സാധ്യത, സിറ്റുവേഷൻ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കണം.
ക്രിട്ടിക്കലായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ 81 സബ്സെക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫണ്ട് കിടക്കുന്ന ഈ സബ്സെക്ടേഴ്സാണ്. ഏറ്റവും കൂടുതൽ സ്മാർട്ട് മണി കീറി ഇറങ്ങുന്ന സബ്സെക്ടേഴ്സാണ്. ഒരേ സമയത്ത് 4-5 സബ്സെക്ടർ മാത്രമേ സ്മാർട്ട് മണി കീറി ഇറങ്ങത്തുള്ളൂ. ശരിക്കും ഏതെല്ലാം സബ്സെക്ടറിലാണ് സ്മാർട്ട് മണി കീറി ഇറങ്ങുന്നതിനെ കുറിച്ച് സബ്സെക്ടർ അനാലിസിസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സബ്സെക്ടർ അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് ഐസിംഗ് ഓൺ കേക്കാണ്. എവറി വെനസ്ഡേ എവറി സാറ്റർഡേ സബ്സെക്ടർ അനാലിസിസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഫെൻറ്റാസ്റ്റിക് സ്റ്റോക്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസൾട്ടിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു വാട്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ വാട്ട് ലിസ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വാട്ട് ലിസ്റ്റിനെ സബ്സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ സബ്സെക്ടറിൻ്റെ അടിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ കൊടുക്കാം. സപ്പോസ് നിങ്ങളുടെ 150 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏതെല്ലാം സബ്സെക്ടറാണ് പെർഫോമൻസിൽ വരുന്നതെന്ന് നേരത്തെ അറിയാൻ സാധിച്ചാൽ ഈ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്താൽ മതി. ആ സബ്സെക്ടറിലുള്ള നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഫെൻറ്റാസ്റ്റിക് ട്രേഡ്. ഈ സബ്സെക്ടർ അനാലിസിസ് ഒരുപാട് ആൾക്കാർ ആരും ചെയ്യുന്നില്ല. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡോളർ ഇൻഡെക്സ് അനാലിസിസ്, ഏർലി മോർണിംഗ് ആയിട്ടുള്ള US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ്, 6:30 US ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പണിംഗ് നേരത്തെ കഴിയും. നമുക്ക് 6:30 അത് നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തത് ഏഷ്യൻ മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതെങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ സാധിക്കും. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നമുക്കൊരു ഓവറോൾ റീഡിങ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും. ഈ റീഡിങ് തീർച്ചയായും സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ധാരാളം പബ്ലിക്കിന് വേണ്ടി ധാരാളം ക്ലാസ്സുകൾ ടോട്ടൽ ഫ്രീ ഓഫ് കോസ്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. നെക്സ്റ്റ് സെഷൻ ഈ വരുന്ന സൺഡേ രാത്രി 9 മണിക്കുള്ള സൂം സെഷനാണ്. R വോളിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. നല്ല ചില ആൾക്കാർക്ക് അറിയാമല്ലാത്ത കൺസെപ്റ്റാണ് R വോളിയം. വൺ ഓഫ് ദി വണ്ടർഫുൾ കൺസെപ്റ്റാണ് R വോളിയം. R വോളിയത്തെ കുറിച്ചുള്ള ചെറിയ സെഷനാണ് ഈ വരുന്ന ഞായറാഴ്ച രാത്രി 9 മണിക്ക്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു. ഏതായാലും ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഒരു ട്രേഡർ എന്ന നിലയിൽ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഫണ്ടമെന്റൽ ഒപ്പം ടെക്നിക്കൽ. അതോടൊപ്പം തന്നെ ഇത് രണ്ടും അല്ലാണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെഷനിൽ സാർ പറഞ്ഞ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ പറയുന്ന മെയിൽ ID-യിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. അതല്ല, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിൻ്റെ മറുപടിയുമായിട്ട് മറ്റൊരു സെഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.